എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ദാമ്പത്യമുണ്ടാകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യമാണ് പ്രധാനം. എന്നാൽ എത്ര ഐക്യമുണ്ടായാലും രോഗങ്ങളും സന്താന ദുഃഖവും സാമ്പത്തിക ദുരിതങ്ങളും ചിലപ്പോൾ വില്ലന്റെ വേഷത്തിലെത്തി വിധിയെ തിരുത്താറുണ്ട്. ജാതകം ഒത്തുനോക്കി പൊരുത്തമുണ്ട് എന്നിട്ടും ജീവിതം കുളമായി എന്ന് പറഞ്ഞ് ജ്യോതിഷികളെ വിമർശിക്കുന്നവരും കുറവല്ല. ജാതക ചേർച്ചയിലെ അപാകതയാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സ്ത്രീ പുരുഷന്മാരുടെ ജാതകം ആദ്യമായി പരിശോധിച്ച് അവരുടെ ആയുസ്സിനെ നിർണയിച്ച ശേഷം തമ്മിലുള്ള പൊരുത്തങ്ങൾ, മംഗല്യസ്ഥിതി, പാപസാമ്യം, ദശാസന്ധി, സന്താനലാഭം, ഭാഗ്യം, മറ്റ് ശുഭാശുഭങ്ങൾ ഇവയെല്ലാം ചിന്തിക്കുകയും പ്രശ്നലഗ്നം കൊണ്ട് ഭാവി ഫലത്തെ നിർണയിക്കുകയും ചെയ്യണം. അതിനുശേഷമാണ് ദൈവജ്ഞൻ വിവാഹത്തെ വിധിക്കേണ്ടത്. ജാതകം ചേർന്നാലും പ്രശ്നവിചാരവും കൂടി നടത്തണം എന്നർത്ഥം. പ്രശ്നലഗ്നത്തിലോ 7-ലോ 8-ലോ ആയി 3 പാപഗ്രഹങ്ങളെങ്കിലും നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ ബലഹീനന്മാരായി നിന്നാൽ വധൂവരന്മാർക്ക് വിവാഹാനന്തരം നല്ല ഫലങ്ങൾ ഉണ്ടാകില്ല. ഈ 3 ഭാവങ്ങളിലും പാപന്മാരില്ലെങ്കിൽ പ്രശ്നം ശുഭമായിരിക്കും. ലഗ്നത്തിൽ നിന്ന് 6-8 ഭാവങ്ങളിൽ ചന്ദ്രനും ആ ചന്ദ്രനിൽ നിന്ന് 6-8-ലോ ചൊവ്വയും നിന്നാൽ സന്താനം ജനിക്കുന്നതിന് മുന്നേ തന്നെ ഭർത്താവിന് ആയുസ് നഷ്ടമാകാം. പ്രശ്നലഗ്നത്തിന്റെ 6-ലോ അഷ്ടമത്തിലോ പാപയോഗത്തോടു കൂടി നിൽക്കുന്ന ചന്ദ്രൻ വിവാഹശേഷം 8 വർഷത്തിനകം ദുരിത അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഗ്രഹസ്ഥിതിക്ക് അമിത പ്രാധാന്യമുണ്ട്. ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് ലഗ്നത്തിലോ 7-ലോ നിന്നാൽ ആ ദാമ്പത്യത്തിന് 7 മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുണ്ടാവില്ല. ലഗ്നവും ചന്ദ്രനും ശുഭയോഗ ദൃഷ്ടികളോ ശുഭവർഗമോ ഉണ്ടായിരുന്നാൽ ദമ്പതിമാർക്ക് ആയുരാരോഗ്യ സമ്പത്തുകൾ ഉണ്ടാകും. ഇതുകൾ രണ്ടും പാപയോഗ ദൃഷ്ടികളോടും പാപവർഗത്തോടും കൂടി വന്നാൽ ഫലം വിപരീതമാകും. ഇനി 7-ൽ ശനി ദൃഷ്ടിയോടുകൂടി സൂര്യൻ നിന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. സൂര്യനോ കുജനോ ശനിദൃഷ്ടിയോടുകൂടി 7-ൽ നിന്നാൽ യൗവനത്തിൽ തന്നെ വൈധവ്യം സംഭവിക്കും. 7-ൽ പാപഗ്രഹ ദൃഷ്ടിയോടുകൂടി ശനി നിന്നാൽ കന്യകയായി തന്നെ എന്നും ജീവിക്കേണ്ടി വരും. ശുക്രന് പാപദൃഷ്ടി ഉണ്ടായാലും 7-ൽ ശനിയും ചൊവ്വയും ഒരുമിച്ച് നിന്നാലും വിവാഹാനന്തരം 7-ാം മാസത്തിലോ 7-ാം വർഷത്തിലോ വൈധവ്യം സംഭവിക്കാം. ഇത്തരത്തിൽ സങ്കീർണങ്ങളായ അനവധി ഗ്രഹനിലകളുണ്ട്. അവ വിശദമായി നോക്കാതെ ഫലം പറയുകയും കേവലം സാമ്പത്തിക ലാഭത്തിനായി മാത്രം ശാസ്ത്രം കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ശാസ്ത്രത്തിന് ഏൽക്കുന്ന ഉണങ്ങാമുറിവായി അവശേഷിക്കുകയും ചെയ്യുന്നു. ജ്യോതിശാസ്ത്രം ഭാവിയിലേക്കുള്ള വെളിച്ചമാണ്. സത്യത്തിന്റെ കണ്ണു മൂടിക്കെട്ടി വളച്ചൊടിച്ച് വികൃതമാക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരവും പൈതൃകവും നശിക്കുന്നതെന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷികളും ഓർക്കേണ്ടതാണ്. ജാതകവും പ്രശ്നവും ഒന്ന് ചേർന്ന് നോക്കിയാലേ ഫലപ്രവചനം അനുഭവത്തിൽ വരികയുള്ളൂ. അല്ലാതെയുള്ള പ്രവചനം പാളിയാൽ ശാസ്ത്രത്തിനെ കുറ്റം പറയുന്ന മനോഭാവം ജനങ്ങളും മാറ്റേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.